നമ്മളിന്ന് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവാ, ചില്ലി ചിക്കൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്, വേണമെന്നവർ കമൻറ്റ് ചെയ്താൽ മതി. ഇത് ഓപ്ഷണലാണേ. അപ്പോൾ വേണമെന്നവർ എന്നോട് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു സാധനം ഇടാൻ മറന്നുപോയി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വീഡിയോയിൽ എടുത്തില്ല, മറന്നുപോയി. അപ്പോൾ നിങ്ങൾ അത് ഇടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് തന്നെ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 25 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി 25 മിനിറ്റിന് ശേഷം നമ്മളൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഓയിൽ എടുക്കുക. പിന്നെ നമ്മുടെ ശംഖുക്കുട്ടനുണ്ടായിരുന്നു ഇവിടെ, ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുക ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പം ഫ്രൈ ചെയ്ത് ചിക്കൻ എങ്ങനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തു. ഇനി ഒരു വേറെ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതാണ്ട് ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞത് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 സവാള ഈ ഒരു ക്യൂബ് പോലെ അരിഞ്ഞതും പിന്നെ ഒരു ക്യാപ്സിക്കവും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഉമ്മ ഓടിക്കളിക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സോസിൻ്റെ എണ്ണം കൂട്ടാം. എനിക്ക് അത്രയും കറി ഫ്ലേവർ രൂപത്തിൽ വേണാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇനി ചിക്കൻ കുറച്ച് സൈഡ് മാറ്റിയിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. എന്നിട്ട് ഉപ്പും പെപ്പറും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒരു 10 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ അടിപൊളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. കഴിച്ചു നോക്കാം. അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി.